എന്തായാലും എല്ലാവർക്കും നമസ്കാരം. പുള്ളി ആദ്യം തന്നെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? കാരണം പുള്ളി ഈ വേഷത്തിലാണ്, പുള്ളീനെ ആർക്കും മനസ്സിലാവില്ല. പുള്ളി രഞ്ജിത്താണ്, ഇതിലൊരു വെളിച്ചപ്പാടാണ്, സമ്മതിച്ചു. പുള്ളീനെ ആർക്കും മനസ്സിലാവില്ല. ഇത് ലീല ചേച്ചിനെ എല്ലാവർക്കും അറിയുന്നു. ഞാൻ ഈ കോലത്തിലാണോ നടക്കല്? അല്ല, എനിക്ക് ഇങ്ങനെ കൂതറയായിട്ടേ നടക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമമുണ്ടോ? ഏത് കോലം കെട്ടിയാലും കുളപ്പുള്ളി ലീല എല്ലാവർക്കും അറിയാം. അപ്പൊ ഏത് കോലം കെട്ടിയാലും രഞ്ജിത്ത് മാറിപ്പോകുമോ? ഹലോ, ഞാനേ എൻ്റെ ഈ കോലം കണ്ടാൽ എന്നെ മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ചേച്ചിയെ കണ്ടാൽ മനസ്സിലായി കാണും. ഞാൻ മുൻഷി രഞ്ജിത്ത് തന്നെയാണ്, ചേച്ചി കുളപ്പുള്ളി ലീല തന്നെയാണ്. ഞങ്ങൾ പാലക്കാട് ഒരു സിനിമയുടെ ലൊക്കേഷൻ വന്നു. ഞാൻ വെളിച്ചപ്പാടാണ്, ചേച്ചിയുടെ സഹോദരനായിട്ടാണ് ഇതിനകത്ത് അഭിനയിക്കുന്നത്. അപ്പോൾ വന്നപ്പോൾ കുറച്ച് പഴങ്കഥകൾ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. എത്രയോ വർഷങ്ങളായി പരിചയമുള്ള ആളാണ്. മാത്രമല്ല, ലീല ചേച്ചി കാണുമ്പോഴത്തേക്ക് എനിക്കൊരു ചേച്ചിയെന്നോ ഒരു അമ്മയെന്നോ ഒരു സ്ഥാനമാണ്. ചേച്ചിക്ക് എല്ലാവരെയും കണ്ടുകഴിഞ്ഞാൽ, ഇളയവരെ എല്ലാവരും കണ്ടുകഴിഞ്ഞാൽ മക്കളെ പോലെയും അനിയനെ പോലെയാണ് കാണുന്നത്. ആ ഒരു സ്നേഹം, ഒരു ആശ്ലേഷം നമ്മുടെ ഒരു ഊർജ്ജം തരും. അപ്പോൾ അങ്ങനെ ചേച്ചി കണ്ടപ്പോൾ രണ്ട് വാക്ക് സംസാരിക്കാതെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി രണ്ട് വാക്ക് പറയാതെ വിടാൻ പറ്റത്തില്ല എന്ന് തോന്നി. അല്ല, ഇപ്പം എന്തായാലും എല്ലാവർക്കും നമസ്കാരം. പുള്ളി ആദ്യം തന്നെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? കാരണം പുള്ളി ഈ വേഷത്തിലാണ്, പുള്ളീനെ ആർക്കും മനസ്സിലാവില്ല. പുള്ളി രഞ്ജിത്താണ്, ഇതിലൊരു വെളിച്ചപ്പാടാണ്, സമ്മതിച്ചു. പുള്ളീനെ ആർക്കും മനസ്സിലാവില്ല. ഇത് ലീല ചേച്ചിനെ എല്ലാവർക്കും അറിയുന്നു. ഞാൻ ഈ കോലത്തിലാണോ നടക്കല്? അല്ല, എനിക്ക് ഇങ്ങനെ കൂതറയായിട്ടേ നടക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമമുണ്ടോ? ഏത് കോലം കെട്ടിയാലും കുളപ്പുള്ളി ലീല എല്ലാവർക്കും അറിയാം. അപ്പൊ ഏത് കോലം കെട്ടിയാലും രഞ്ജിത്ത് മാറിപ്പോകുമോ? അയ്യോ, അവിടെയും ഇവിടെയും വന്ന ചരക്കേ എങ്ങനെയുണ്ട്? പാലക്കാടാണ് നിൽക്കുന്നത്, ചേച്ചിയുടെ നാടും കൂടാണ്. എന്റെ നാടല്ല പാലക്കാട്, മോനെ. തെറ്റിപ്പോ ഇത്രയും വർഷമായിട്ട് അറിയാം. കോഴിക്കോടാണ്, എങ്കിലും കുളപ്പുള്ളി എന്ന് പറയുന്നത് പാലക്കാട്. എങ്കിലും പിന്നെ എന്തിനാണ് അതിന് കൂട്ടുന്നത്? പാലക്കാട് എന്ന് പറയുന്നത് നമ്മളങ്ങനെ അത് പറയണത് അങ്ങനെയാണ്. അതെനിക്ക് തങ്കമണി ചേച്ചി ഇട്ടെന്ന പേരല്ലേ. തങ്കമണി ചേച്ചി പറഞ്ഞാല് റേഡിയോ ഞാൻ റേഡിയോ ഓഡീഷന് പോയതാണ്. അപ്പൊ ഓഡീഷന് പോയപ്പോ അവിടെ തങ്കമണി ചേച്ചി ആയിരുന്നു. അപ്പൊ ഞാൻ ലീല കൃഷ്ണകുമാർ ഹസ്ബൻഡിന്റെ പേര് കൂട്ടിയാണ് എഴുതി കൊടുത്തത്. പോസ്റ്റ് കുളപ്പുള്ളി. തങ്കമണി ചേച്ചി ആ കൃഷ്ണകുമാറിനെ അങ്ങോട്ട് വെട്ടി. അഹങ്കാരം ചെയ്ത് പോസ്റ്റ് എടുത്ത് അങ്ങോട്ട് ഇട്ട് കുളപ്പുള്ളി ഇട്ട്. ഞാൻ നോക്കിയപ്പോ ഭർത്താവില്ല. റേഡിയോ ഓഡീഷൻ പാസ്സായി വന്ന് നോക്കിയപ്പോ ഭർത്താവില്ല, കുളപ്പുള്ളി ഉള്ളു. പിന്നെ ശരി, അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. അതെന്തായാലും തങ്കമണി ചേച്ചിയോട് ഞാൻ എന്താ പറയാ, തങ്കമണി ചേച്ചിയുടെ അതിൽ ഞാൻ അഭിമാനിക്കുകയാണ്. കാരണം ആ പേര് എനിക്ക് ഒരു ഐശ്വര്യമായി വന്നു. പിന്നെ നാടകത്തിലൊക്കെ കുളപ്പുള്ളി ലീലാന്നായി. ഞാൻ ചേച്ചി കാണുമ്പോ ചന്ദ്രേട്ടനാണ് കൂടെ ഉണ്ട്. ചന്ദ്രേട്ടനായിട്ട് നിങ്ങൾ രണ്ട് ഇണ പിരിയാത്ത കുരുവികളെ പോലെ ഞാൻ നടക്കുന്നതാണ്. എപ്പോഴും വലം കൈയായിട്ടുണ്ട്. ചന്ദ്രേട്ടന്റെ ഒരു വിയോഗം എങ്ങനെ ചേച്ചി? വിയോഗങ്ങൾ ഒരുപാടുണ്ട്. അതന്നെ ഉള്ളു ജീവിതത്തില്. പക്ഷെ അതൊക്കെ നമുക്കൊരു തീരാ നഷ്ടം തന്നെയാണ്. പിന്നെ ചന്ദ്രേട്ടനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഉള്ള കാലം തൊട്ട്, ഹസ്ബൻഡാണ് ശരിക്കും ചന്ദ്രേട്ടൻ എൻ്റെ ജീവിതത്തിലേക്ക് ഇതാക്കിയത്. കാരണം പുള്ളിക്ക് അറിയാം പുള്ളി ഇനി ജീവിതത്തിലേക്ക് വരില്ല എന്നും എനിക്ക് ആരും ഇല്ല എന്നും. ഈ വയസ്സായി അമ്മയും വയ്യാത്ത അമ്മയും സഹോദരനുമാണ്. അപ്പോൾ അവർക്ക് ഒരു തുണയാവട്ടെ എന്ന് വിചാരിച്ച എൻ്റെ ഹസ്ബൻഡ് എന്ന് എനിക്ക് ഒരാളും വിശ്വസിക്കില്ല. അത് കാലത്ത് സുഹൃത്തും സിനിമയുടെ പരിച്ഛേദമാണ്. സുഹൃത്തും സിനിമ ഏകദേശം അതുപോലെയാണ്. കാരണം ഒരു പ്രാവശ്യം ഒരു ദിവസം വന്നിട്ടില്ലെങ്കിൽ ചോദിക്കും, എന്തായാലും ചന്ദ്രൻ വന്നില്ലേ, വിളിച്ചില്ല. ചന്ദ്രൻ നിങ്ങളുടെ ആരാണ്, എന്ത് കാര്യത്തിലാണ് ചന്ദ്രേട്ടനെ വിളിക്കുന്നത്, എൻ്റെ ആരെങ്കിലും ആണോ നിങ്ങളുടെ ആരെങ്കിലും ആണോ എന്നൊക്കെ വെച്ചാൽ ഞാൻ ഒരുപാട് പ്രാവശ്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചന്ദ്രേട്ടനാണൊരു സഹായത്തിനുണ്ടായിരുന്നതും. അത് കഴിഞ്ഞിട്ടും ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചല്ല. പക്ഷെ കൃഷ്ണേട്ടൻ വേറെ പലരോടും പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പിന്നെ എന്നോട് പറഞ്ഞു, ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ തന്നെ അതിൻ്റെ മേളിലുള്ള പത്മത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പത്മം എന്നോട് പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ ആലോചിച്ചപ്പോൾ അത് ഞാൻ ചന്ദ്രേട്ടൻ്റെ കൂടെ എൻ്റെ ഇഷ്ടത്തിനങ്ങ് പോയതല്ല. ചന്ദ്രേട്ടൻ്റെ മകനും പെങ്ങന്മാരും അനിയന്മാരും എല്ലാവരും കൂടി, അനിയനാണ് രജിസ്ട്രേഷൻ ഒപ്പിട്ട് കൊടുത്തത്. പിന്നെ മകനൊക്കെ വന്ന് എൻ്റെ ആങ്ങള എനിക്ക് ഒപ്പിട്ട് കൊടുത്തത്. അവൻ മരിച്ചു പോയി പെട്ടോ. ഞാൻ അതിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ശരിക്കും പറഞ്ഞ ഒരു ആണായാൽ പോലും താങ്ങാൻ പറ്റും. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു വന്നത്, ആണുങ്ങളായാൽ പോലും ഒരുപക്ഷെ താങ്ങാൻ പറ്റാത്ത ഒരുപാട് സഹോദരൻ മരണപ്പെട്ടു. ഭർത്താവാദ്യം മരണപ്പെട്ടു. 2 ആൺമക്കളുണ്ടായിരുന്നു, അവർ മരണപ്പെട്ടു. അങ്ങനെ എത്ര അതിനുശേഷം ജീവിതത്തിലേക്ക് ഉണ്ടായിരുന്ന ഈ പറഞ്ഞ ചന്ദ്രേട്ടൻ ഇന്നില്ല. പ്രായമായ ഒരു അമ്മയും 95 വയസ്സായ അമ്മയും, ആ അമ്മയുടെ ഒരു മോൾക്കും അത്യാവശ്യം പ്രായമുണ്ട്. പക്ഷേ എങ്കിലും ആ അമ്മയെ നോക്കി, ഈ അമ്മയെന്ന് നമ്മൾ ഇപ്പം ഈ അമ്മയൊക്കെ ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ട് കളയുക ഇങ്ങനെയൊക്കെ ഉള്ള ആ നാട്ടിലാണ് 95 വയസ്സായ അമ്മയെ വിളിക്കുന്നത് എന്താണെന്ന് അറിയാം, മുത്തേ. ഞാൻ ഈ വയസ്സുകാലത്ത് ഈ മുത്തനെ വിളിക്കുന്നത് കേട്ടോ അവിടെ ഇങ്ങോട്ട് പറയുന്നത് ബൈക്കിൽ ഫോണിലൂടെ കേൾക്കായിരിക്കും. അപ്പൊ അത്രയ്ക്ക് സ്നേഹമാണ്, എപ്പോഴും കൂടെ വിളിക്കും. പിന്നെ ഇതൊക്കെ സംഭവം ശരിയാ. ഒരു കാര്യം ഞാൻ അംഗീകരിച്ചു കൊടുക്കില്ല. ഈ
എന്തിനാ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പാരപണ്ണ എന്തിനാണ് ഈ വയസ്സിന്റെ രഞ്ജിത്ത്? കാര്യം അല്ലേ? ശരി, എനിക്ക് അപ്പൊ സംഭവം മനസ്സിലായില്ലേ? അല്ല, അല്ല, പറഞ്ഞത് മനഃപൂർവ്വമാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ അബദ്ധത്തിൽ പറയുകയാണെങ്കിൽ അയ്യോ ഞാൻ എന്താ ചേച്ചി പറഞ്ഞതല്ല ചോദിക്കാം. ഇപ്പൊ വയസ്സിന്റെ കാര്യല്ലേ എന്ന് അല്ല, ചേച്ചി കൊള്ളാൻ സാധ്യതയുള്ള 1-2 ഏരിയകൾ എനിക്കറിയാം. കണ്ട 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 പാര് എവിടെ ഉണ്ടോ അവിടെ നോക്കിയാൽ മതി. 18 വയസ്സെന്ന് പറയുന്നത് സന്തോഷം. എന്തായാലും എനിക്ക് ഒരു സന്തോഷം. കാരണം എന്താ വെച്ചാൽ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ കുറെ ചെയ്തിട്ടുണ്ട്, സ്റ്റേജ് ഷോ ചെയ്യുമായിരുന്നു കോമഡി ചാനലിലൊക്കെ. പക്ഷെ ഇപ്പൊ കുറെ നാളായിട്ട് കാണാറില്ല. ഇപ്പൊ ഇവിടെ വന്നപ്പോൾ എന്തായാലും കാണാൻ കഴിഞ്ഞു. മാത്രമല്ല എൻ്റെ സഹോദരനായിട്ടാണ് ചെയ്യുന്നത്. അതെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ജീവിതത്തിലും വെച്ചാൽ എനിക്ക് എല്ലാവരും എൻ്റെ മക്കളാണ്, എൻ്റെ സഹോദരൻ, എൻ്റെ മക്കള്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മറ്റൊരാളായിട്ട് കാണാൻ പറ്റൂല. കാരണം അന്യന്മാരെന്ന് എനിക്ക് തോന്നില്ല. ഇനിയിപ്പോൾ എൻ്റെ കൂടെ ആര് വന്നാലും വണ്ടി മക്കൾ വരും, ഡ്രൈവർമാർ വരും, മക്കളാണോ? ആ അതെ മക്കളാണ്. അവരാദ്യം ചാടി കയറി പറയും അല്ല ഡ്രൈവറാണ്, പിന്നെ അവരും പറയും ആ മക്കളാണ്. ഇതിനിടയിൽ എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേക്കും ഒരു വേദന ഉള്ളിൽ അതിനേ സമയമുള്ളൂ. പക്ഷെ ഞാനത് ചിന്തിക്കാറില്ല. കാരണം എന്താണെന്നറിയോ, ദൈവം എന്നുള്ളൊരു ശക്തി ലോകത്തിലുണ്ട്. അത് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. അതാരും നമ്മൾ കണ്ടവരില്ല. മനുഷ്യ ദൈവങ്ങളെ വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലല്ല ഞാൻ. എനിക്ക് ദൈവത്തോട് എന്തെങ്കിലും പറയണ്ടേ ഞാൻ ദൈവത്തോട് നേരിട്ട് പറയും. അത് കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്യാം. അപ്പം ആ സമയത്ത് ദൈവം തന്നെ തരുന്നതാണ് നമുക്ക് ഈ നന്മയും തിന്മയും ഒക്കെ. അപ്പോൾ നമ്മളത് എങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടെന്ന് വിചാരിച്ചാലും പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചു. എനിക്കത് ചിന്തിക്കാനേ നേരമുള്ളൂ. പക്ഷെ അങ്ങനത്തെ ചിന്തകൾ വന്ന് മനസ്സ് വിഷമിക്കും, ഞാൻ എൻ്റെ അമ്മയിലേക്ക് തിരിയും. എൻ്റെ മുത്തിനെ ഓർക്കുമ്പോൾ എനിക്ക് എല്ലാ സങ്കടങ്ങളും അങ്ങോട്ട് പോകും. ഒരു കാര്യം പറയട്ടെ, മലയാളത്തിലെ ഒരേ ഒരു ആർട്ടിസ്റ്റ് അല്ല ആർട്ടിക്കൊണ്ട് എപ്പോൾ വന്നാലും ഇത് വിളപുള്ളി ചേച്ചിയുടെ ആർട്ട് കാണാൻ എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതുകൊണ്ട് നമുക്ക് പാട്ടണമെന്നല്ല. പക്ഷേ ഒരു ആർട്ടിസ്റ്റ് എന്ന് ഞാനെപ്പോഴും വിളിക്കാൻ ആഗ്രഹിക്കുന്ന ചേച്ചിയും കൂടെയാണ്. ഒരു ഇത്രയും ദേഷ്യത്തോടെയും എതിർക്കുന്ന കഥാപാത്രത്തോട് സംസാരിക്കുകയും മറ്റുള്ള നമ്മളെയൊക്കെ ചിരിപ്പിക്കുകയും ചെയ്യുന്ന ചേച്ചിയുടെ ഉള്ളിലെ വേദനകൾ കാണണമെങ്കിൽ ചേച്ചി എടുത്ത് 2 മിനിറ്റ് അടുത്തിരിക്കണം അല്ലേ? അതാണ് വേദന മാത്രമേ ഇന്നുവരെ തന്നിട്ടുള്ളൂ. പക്ഷെ എന്നാൽ ദൈവത്തിനെ കുറ്റം പറയാൻ പറ്റില്ല. ദൈവം തന്നൊരു അനുഗ്രഹം കൊണ്ടല്ലേ ഇങ്ങനെ പോണത്. എല്ലാവർക്കും ഇങ്ങനെ ആയിരുന്നു നമുക്ക് പരാതിയില്ലല്ലോ. അതില്ല, നമ്മൾ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അയാൾക്ക് 5-6 കാറുണ്ട് അല്ലെങ്കിൽ അയാൾക്ക് വേറെ സൗകര്യങ്ങളുണ്ട്. നമ്മൾ അയാളുടെ ജീവിതത്തിലേക്ക് പോകണ്ട. ഇതുപോലെയാണ് എല്ലാവരും. അല്ല, ഞാൻ എപ്പോഴും എന്റെ മുന്നിലേക്കല്ല നോക്കുന്നത്, താഴോട്ടാ. കാരണം ഒരു നേരം കഞ്ഞി കുടിക്കാനില്ലാത്തൊരു ഭഗവാനെ ഞാൻ 3 നേരം ചോറുകൊണ്ട് നടക്കുകയാണ്. അവർക്ക് ഒരു നേരം കഞ്ഞിക്കില്ലല്ലോ. അവർക്കും കൂടി കഞ്ഞി ഉണ്ടാവട്ടെ എന്നാണ് വിചാരിക്കണേ. നേരെ മറിച്ച് എനിക്ക് 1 കാറുള്ളൂ, അവർക്ക് 3 കാറുണ്ട്, എനിക്ക് 2 കാറും കൂടി ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിചാരിക്കാറില്ല. സത്യമായിട്ട് അത് നഗ്നമായ സത്യം പറയാം ഞാൻ. കാരണം അതിന്റെ ആവശ്യം ഇല്ല. കാരണം നമുക്ക് ഫോണെടുത്ത് എറിഞ്ഞതല്ല, കയ്യിൽ നിന്ന് വീണു പോയതാണ്. അതിപ്പോ പോയത് പോട്ടെ എന്ന് വിചാരിച്ചു. കാരണം ഒരു ആക്ഷൻ ഇല്ല, അത് ഇതുള്ളത് കൊണ്ട് കുഴപ്പം. എന്നാലും പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട്, 16 ആയിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന സിനിമയുടെ കാര്യം കൂടെ പറയാം. ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന സിനിമയാണ്. സജിൻലാൽ, തിരുവനന്തപുരത്ത് സജിൻലാൽ 5ാമത്തെ സിനിമയാണ്. മനോഹരമായ ഒരു കഥ. അത് ശരിക്കും പറഞ്ഞാൽ MGയുടെ കാലത്തൊക്കെ വരുന്ന ആ കാലത്തിലെ കഥകളുടെ ഒരു ഇനി ഇതുപോലെ കഥ ഉണ്ടാകുമെന്ന് സംശയമുണ്ട് അല്ലേ? മലയാള സിനിമയിൽ വെളിച്ചപ്പാടുണ്ടാവോ? അല്ലെങ്കിൽ ഇതുപോലെ ലോഹിദാസ് MG എഴുതി, ലോഹിദാസ് എഴുതി, അത് കഴിഞ്ഞ് ഇനി ഇതുപോലെ കഥാപാത്രത്തിൽ എഴുതാനാറുണ്ട്? നമുക്ക് സംശയിക്കാനില്ല, ഉണ്ടാവില്ല. അങ്ങനെ തന്നെ പറയാം. കഥാപാത്രം ചെയ്യാനുള്ള ഭാഗ്യവും കിട്ടി. അതെ അതെ അതെ. എന്തായാലും എനിക്ക് വളരെ സന്തോഷം. എൻ്റെ രഞ്ജിത്തിൻ്റെ കൂടെ ഒരു വേഷം ചെയ്യാൻ കഴിഞ്ഞ എൻ്റെ ആങ്ങളെയായിട്ട് തന്നെ കിട്ടി. ഒത്തിരി സന്തോഷം. ഒരുപാട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു.